പറയാനിടയായത്. ഞാൻ എൻ്റെ അപ്പനടുത്ത് ഇങ്ങനെ പറയാനിടയായി, ഒരിക്കലും ഞാൻ ഇങ്ങനെ പഴയ കൂട്ടുകെട്ടിൽ പോകത്തില്ല, പഴയ വഴി നീങ്ങത്തില്ല, നിങ്ങൾ പറഞ്ഞനുസരിച്ച് ജീവിതം ക്രമീകരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ വാക്ക് കൊടുത്തു. ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അപ്പൻ എന്നെ ജാമ്യത്തിൽ ഇറക്കി പുറത്ത് കൊണ്ടുവരുവാനിടയായി. ഞാൻ തെറ്റ് ചെയ്ത സ്ഥലങ്ങളെല്ലാം എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി മാപ്പ് പറയാനിടയായി. അതിനുള്ള ബന്ധത്തില് ആ കേസുകൾ എന്നെ വെറുതെ വിടുവാനായിട്ടിടയായി. എന്നാൽ ആ ദേശത്ത് ഏതെങ്കിലും ഒരു കളവ് കേസോ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്ഥിരം പോലീസിന്റെ ഭവനത്തിൽ അന്വേഷിച്ചുവരുമായിരുന്നു. മാത്രം എന്നോട് കൂടെ മദ്യപിച്ച് നടന്ന എന്തും ചെയ്യാൻ മടിയില്ലാത്തതായുള്ള സ്നേഹിതന്മാരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുവാനിടയായി. അതെനിക്ക് വളരെയധികം വേദനാജനകമായുള്ള അവസ്ഥയായിരുന്നു. എൻ്റെ ഹൃദയം കഠിനപ്പെടുകയും ഞാനിവിടെ നാട് വിട്ട് ബോംബെയിലേക്ക് വണ്ടി കയറുവാനിടയായി. ബോംബെയിൽ ചെന്നുപെട്ടത് ബോംബെയിൽ തന്നെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ചേരി പ്രദേശമായ ബോംബെ ധാരാവി എന്ന ഒരു സ്ഥലത്താണ് ഞാൻ ചെന്നുപെടുവാനിടയായത്. അവിടെ എനിക്ക് ചില സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നതിന്റെ പേരിലാണ് ആ സ്ഥലം തന്നെ ഞാൻ തിരഞ്ഞെടുക്കാനിടയായത്. വാച്ച് ചേരാൻ വിൽക്കുന്നവരും മയക്കുമരുന്ന് വിൽക്കുന്നവരും അതുമാതിരി കൂലിത്തല്ലുകാരും ക്ലബ്ബുകൾ നടത്തുന്ന വ്യക്തികളും ഇങ്ങനെ ഒരു പറ്റം ചെറുപ്പക്കാരുടെ മധ്യത്തില് ഞാനും അവിടെ വീണു പോകാനിടയായി. പ്രിയപ്പെട്ടവരെ, കൈ നിറയെ പൈസ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലും ജീവിതത്തിൽ പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ഒന്നുണ്ട്, അതാണ് സമാധാനം. പൈസയുണ്ട്, എന്നാൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഒരു ഭ്രാന്തനെ പോലെ ഇന്ത്യയുടെ വിവിധ പട്ടണങ്ങളിൽ ഞാൻ അലയുവാനായിട്ടിടയായി. അവസാനം എറണാകുളം പട്ടണത്തിൽ കടന്നു വന്നു. എറണാകുളം പട്ടണത്തിൽ കടന്നു വന്ന് ഒരു സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ജോലി സമ്പാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പല പല തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് എനിക്കൊരു ഗ്യാങ്ങിനെ ഞാൻ ഇവിടെ നിന്ന് വാർത്തെടുത്ത് ആർക്കും ഒരു സംശയമില്ലാത്ത നിലയിൽ ഈ ലോകത്തിന്റെ അഴുക്കുചാലിൽ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു സ്നേഹിതൻ ആ സമയത്ത് എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ആ സ്നേഹിതൻ ഒരു കൊലക്കേസ് പ്രതിയാകുകയും ആ സ്നേഹിതൻ ആ സമയത്ത് എൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് പറയാനിടയായി, ഞാൻ കോളേജിൽ പഠിക്കും, പക്ഷേ കോളേജ് ഹോസ്റ്റലിൽ താമസിക്കത്തില്ല, നിന്നോട് കൂടെ താമസിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്നേഹിതൻ എൻ്റെ റൂമിനകത്ത് എന്നോടൊപ്പം താമസിക്കുന്നിടയായി. എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു പറ്റം ചെറുപ്പക്കാർ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. മാത്രമല്ല കോളേജിൽ പഠിക്കുന്ന സുമുഖന്മാരായിരിക്കുന്ന ചെറുപ്പക്കാർ എന്റെ സ്നേഹിതരുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ട് ഗ്യാങ് കൂടിയിട്ട് ഈ പണ്ടത്തിൽ കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അറിയപ്പെടുന്ന തല്ലുകാരായി മാറുവാനിടയായി. ഞങ്ങളുടെ പേര് ഇഷ്ടംപോലെ കേസുകൾ വരുവാനിടയായി. പല പല കേസുകൾ ഞങ്ങളുടെ പേരിൽ വരുവാനിടയായി. മാത്രമല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ മദ്യത്തിന് അടിമയായി തീർന്നു. ഏത് മദ്യഷാപ്പിൽ പോയാലും പൈസ വേണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഗ്യാങ് കൂടി പല പല മദ്യഷാപ്പുകളിലും പല നിലകളിലും മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നു. ആ സമയത്ത് അനേകർ ഞങ്ങളെ തേടി വന്നു. അനേക രാഷ്ട്രീയ പാർട്ടികൾക്ക് ആവശ്യമായിരുന്നു. അബ്കാരി കോൺട്രാക്ടേഴ്സിന് ഞങ്ങൾ ആവശ്യമായിരുന്നു. ഫിലിം പ്രൊഡ്യൂസേഴ്സിന് ഞങ്ങൾ ആവശ്യമായിരുന്നു. വൻ വ്യവസായികൾ ആവശ്യമായിരുന്നു. അപ്പോൾ എന്റെ ചിന്ത എന്നേക്കാൾ വലിയവൻ ആരുമില്ല എന്നുള്ള ചിന്തയാണ് എന്നെ ഭരിക്കുവാനിടയായത്. പ്രിയപ്പെട്ട ബൈബിൾ ഒരു വാക്യമുണ്ട്, ദൈവം എന്നും നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ കൃപ ദൈവം പകരത്തുള്ളൂ. ഞാൻ നിഗളിയായിരുന്നു, ഞാനൊരു ഭോഷനായിരുന്നു, ഞാനൊരു മടിയനും അതുപോലെ തന്നെ മൂഢനുമായിരുന്നു. ബൈബിളിനകത്ത് മൂഢനെ കുറിച്ച് പറയുന്നുണ്ട്, ഭോഷനെ കുറിച്ച് പറയുന്നുണ്ട്, മടിയനെ കുറിച്ച് പറയുന്നുണ്ട്. പല ആ വ്യക്തിത്വത്തിന്റെ ഉടമകളായിട്ട് മുന്നോട്ട് നീങ്ങിയ അവസ്ഥയിൽ എന്റെ ചിന്ത ഞാനാണ് ഏറ്റവും വലിയവൻ. എന്നാൽ അധികം നാളെനിക്ക് പോകേണ്ടി വന്നില്ല. 1988 ഒരു വാടക കൊലയാളിയെ ഞാൻ പിടിക്കപ്പെട്ടു. എറണാകുളത്ത് മട്ടാഞ്ചേരിയിൽ നടന്ന ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് അതിനുള്ള ബന്ധത്തിൽ വാടക കൊലയാളി ഞാൻ പിടിക്കപ്പെടുകയും അതിനുള്ള ബന്ധത്തിൽ 3 മാസം മട്ടാഞ്ചേരി സബ് ജയിലിൽ ഞാൻ കഴിയാനിടയായി. ആ മട്ടാഞ്ചേരി സബ് ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ വരുവാനിടയായി. പക്ഷേ അതിനുള്ള തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങി ജാമ്യം കിട്ടി, പുറത്തിറങ്ങി, വീണ്ടും പല കേസുകൾ ഞങ്ങൾ പേരിൽ വരുവാനായിട്ടിടയായി. അങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു പാവപ്പെട്ട പെൺകുട്ടി ഞാൻ സ്നേഹിച്ച് വിവാഹം കഴിച്ചു. അവൾ ഒരിക്കലും അറിയത്തില്ലായിരുന്നു കൊലക്കേസ് പ്രതിയാണെന്ന് അവൾക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ കല്യാണത്തിന് ചില ദിവസങ്ങൾ അടുക്കവെയാണ് ഞാൻ ഒരു കൊലക്കേസ് പ്രതിയാണെന്ന് എന്റെ ഭാര്യ അറിയാനിടയായത്. എന്നാൽ ഈ വിവാഹത്തിൽ നിന്ന് മാറുവാനും ശ്രമിച്ചെങ്കിലും ഞാനും എന്റെ ഗ്യാങ്ങും പേടിച്ചുകൊണ്ട് അവൾ കല്യാണം സമ്മതിക്കുകയും അങ്ങനെ വിവാഹം നടന്നു. എന്റെ അഡ്വക്കേറ്റ് ഏറ്റവും നല്ല അഡ്വക്കേറ്റാണ് കേസ് വാദിക്കാനിടയായത്. ഞങ്ങളെ കേസ് വാദിച്ചത് 4 അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കേസ് വാദിക്കുന്ന 4 പേരുണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിരിക്കുന്ന കുഞ്ഞിരാമ മേനോൻ, തോമസ് പി ജേക്കബ്, ടി വി പ്രഭാകരൻ, അതുമാതിരി തന്നെ എം എൻ സുകുമാരൻ നായർ. ഇങ്ങനെ 4 പേരാണ് ഞങ്ങൾ കേസ് വാദിക്കുവാൻ, 4 അഡ്വക്കേറ്റുമാരാണ് കേസ് വാദിക്കാനിടയായത്. എന്റെ അഡ്വക്കേറ്റ് എം എൻ സുകുമാരൻ നായരായിരുന്നു.
എം എൻ സുകുമാരനാർക്ക് എന്നെ വലിയ കാര്യമായിരുന്നു. എം എൻ സുകുമാരനാർ പറഞ്ഞ ഇങ്ങനെയാണ്, ഒരിക്കലും നിന്നെ ഞങ്ങൾ ജയിലിലേക്ക് വിടത്തില്ല, നിന്നെ ഞങ്ങൾ രക്ഷിക്കുമെന്ന് എന്റെ അഡ്വക്കേറ്റിന്റെ അടുത്ത് പറഞ്ഞതായുള്ള കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ എന്റെ മനസ്സിലെ ചിന്ത, ഒരിക്കലും ഞാൻ ശിക്ഷിക്കപ്പെടത്തില്ല, ഞാൻ ജയിലിലേക്ക് പോകത്തില്ല. വീണ്ടും പലവിധമായിട്ടുള്ള കേസുകളും പലവിധമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നീക്കിയ ഒരു സമയത്ത് 1991 ഏപ്രിൽ മാസം 11-ാം തീയതി എന്നെയും എന്റെ 7 കൂട്ടുകാരെയും 8 പേരെയും ജീവപര്യന്തം ശിക്ഷിച്ച് പൂജപ്രസിഡന്റ് ജയിലിൽ അയക്കുവാനായിട്ടിടയായി. എന്റെ കൂട്ടത്തിൽ വന്ന 7 പേരും സമൂഹത്തിൽ ഉന്നതരാണ്. എറണാകുളം ലുലു മൈമോൻ തിയേറ്റർ ഉടമസ്ഥനായ സിയാദ് കോക്കർ, ഇന്ന് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ബാബുരാജ്, അതുപോലെ തന്നെ മട്ടാഞ്ചേരിയിലുള്ള ചെണ്ടു, നൌഷാദ് നാസർ, അതുപോലെ ഒരു അബ്ദുള്ള ഉണ്ടായിരുന്നു, ഷാഹുൽ ഹമീദ്, ഒരു വലിയ അധോലോകനായ ഷാഹുൽ ഹമീദ്. ഞങ്ങൾ 8 പേരാണ് ജീവൻ ശിക്ഷിക്കപ്പെട്ട് പൂജപ്രസിഡന്റ് ജയിലിലേക്ക് അയക്കുവാനിടയായി. ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങളെ കാണുവാൻ അനേകർ ആ സമയങ്ങളിൽ വരുവാനിടയായി. അനേക പൊതുപ്രവർത്തന രംഗത്തിൽ അറിയപ്പെടുന്ന വ്യക്തികള്, അനേക ഫിലിം നടന്മാര്, അനേക സംവിധായകന്മാര്, ഇങ്ങനെ പലരും വരും ഞങ്ങളെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും വലിയ അഹങ്കാരമാണ്. ആ ജയിലിനകത്ത് ഞങ്ങളെപ്പോലെ മറ്റുള്ള ആരുമില്ല എന്നുള്ള ചിന്തയാണ് ഞങ്ങൾ ഭരിക്കാനിടയായത്. കാരണം എന്റെ പഴയകാല അനേക സുഹൃത്തുക്കൾ പൂജപ്രസിഡന്റിൽ കഴിയുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് സഹവസിച്ച് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ ഇത് ജയിലാണെങ്കിൽ ഒരു വിഷയമല്ല, ഇന്നലെ നാളെ പുറത്തിറങ്ങുന്ന ചിന്തയൊക്കെ ഭരിച്ചു മുന്നോട്ട് നീങ്ങി. നാളുകൾ കഴിഞ്ഞപ്പോൾ എന്റെ സ്നേഹിതന്മാരെ 7 പേരെയും പരോളിൽ ഇറക്കുവാൻ അവരെ മാതാപിതാക്കൾ വന്ന് അവരെ പരോളിൽ ഇറക്കി. എന്റെ ചിന്ത, എന്റെ സ്നേഹിതന്മാർ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് എന്നെ അവർ ഇറക്കും എന്നുള്ള ചിന്ത എന്നെ ഭരിച്ചിരുന്നു. എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ പോലും എഴുതാൻ സന്മനസ് എന്റെ സ്നേഹിതന്മാര് കാണിച്ചില്ല. അപ്പോൾ എനിക്ക് വളരെ ഒരു പ്രതികാരദാഹം വീണ്ടും അവിടെ കത്തിയ ആളുകളാണ് ജയിലിൽ വെച്ച്. ഞാനപ്പോൾ ചിന്തിച്ചു, എന്നെ ഉപയോഗിച്ച അനേകരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, ഞാനൊരു വാക്ക് പറഞ്ഞാൽ നിവർത്തിക്കുന്ന അനേകരുണ്ട്. അതിന്റെ പേരിൽ ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞാൽ ഒരു കേൾക്കുമെന്നുള്ള ചിന്ത മനസ്സിനകത്ത് വെച്ചുകൊണ്ട് വളരെ അഹങ്കാരത്തോടെ ലെറ്ററുകൾ ജയിലിലേക്ക് എന്നെ ഉപയോഗിച്ച പലർക്കും ഞാൻ ലെറ്റർ എഴുതി. പക്ഷെ അതിനൊന്നും ഒരു മറുപടി എനിക്ക് ലഭിച്ചില്ല. കാരണം ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന എന്നെ കൊണ്ട് ഒരു ചുക്കും കഴിയില്ലാത്തെന്ന് അവർക്ക് അറിയാമായിരുന്നു. കാരണം എന്നെ പോലെ തന്നെ അനേക ജോസുമാർ റെഡിയായി നിൽക്കുകയാണ് എന്തും ചെയ്യാനായിട്ട്. അത് എന്നെ കൊണ്ടൊരു കാര്യമില്ലാന്ന് അവർ മനസ്സിലാക്കിയ പേരിൽ അവരെന്നെ തള്ളിക്കൊള്ളനിടയായി. ഞാൻ ജയിലിൽ പോകുന്ന സമയത്ത് എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഞാൻ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്റെ പ്രതികളെല്ലാം പരോളിറങ്ങിയെന്ന് എന്റെ ഭാര്യ അറിവിനിടയായി. അപ്പോൾ നാളുകൾ കഴിഞ്ഞ് കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യയുടെ തകർന്ന ലെറ്ററുകൾ ജയിലിലേക്ക് വരുവാനിടയായി. അതിന്റെ അവസാന വാക്കുകൾ, ഞാൻ മുന്നിൽ കാണുന്ന ആത്മഹത്യ മാത്രമാണ്, മുന്നോട്ട് പോയി യാതൊരു വഴി എനിക്കില്ല. എന്റെ സ്വന്തക്കാരുടെയിലും എന്റെ ബന്ധുമിത്രാദികളിൽ ഒറ്റപ്പെടുന്നിടയായി. നിങ്ങളൊരു കൊലക്കേസ് പ്രതിയാണെന്ന് എന്റെ വീട്ടുകാർ അറിയത്തില്ലായിരുന്നു. എന്നാൽ നിങ്ങളെ ഫോട്ടോ പേപ്പറിൽ വന്നതിന് ശേഷം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത നിലയിൽ ഞാൻ തകർന്നിരിക്കുകയാണ്, ഞാൻ മുന്നിൽ കാണുന്ന ആത്മഹത്യ മാത്രമാണ്. അതിന്റെ ഹൃദയത്തെ വളരെ കുത്തി മുറിവേൽപ്പിക്കുന്ന നിലയിലുള്ള വാക്കുകളും ആയിട്ടുള്ള ലെറ്ററുകളാണ് എന്റെ ഭാര്യ ജയിലിലേക്ക് ഇടയായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഒരിക്കലും എന്റെ അപ്പനെ തള്ളിക്കളയത്തില്ല. ഞാൻ ഉടൻ തന്നെ എന്റെ അപ്പൻ ലെറ്റർ എഴുതി, എത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് ചെലവ് വന്നാലും എന്നൊന്ന് പരോൾ ഇറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അപ്പന് ഞാൻ ലെറ്റർ എഴുതുവാനായിട്ട് ഇടയായി. എന്റെ ചിന്ത, ഒരിക്കലും എന്റെ അപ്പൻ എന്നെ ഉപേക്ഷിക്കത്തില്ല എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ അപ്പൻ എന്നോട് സ്നേഹമാണ്.